VTS മാൾ, വളരുന്ന ബന്ധം, തുടരുന്ന വിശ്വാസം. ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടിയുടെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ജനകീയ മഹാശുചീകരണ ക്യാമ്പിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR റോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു. അങ്ങോട്ട് ചേർന്ന് കൊത്തി ശുചിത്വ സുന്ദര നാട് അതാണ് നമ്മുടെ പാണ്ടിക്കാട് എന്ന സന്ദേശവുമായി ജനകീയ ശുചീകരണ ക്യാമ്പിനാണ് പാണ്ടിക്കാട് അങ്ങാടിയിൽ തുടക്കമായത്. പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, വ്യാപാരികൾ, സന്നദ്ധ സംഘടനകൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, പഞ്ചായത്ത് അംഗങ്ങൾ, ട്രോമോ കെയർ അംഗങ്ങൾ, പോലീസ് വളണ്ടിയർമാർ, IRB ക്യാമ്പ് അംഗങ്ങൾ, ടീം ഇക്കിഗൈ പ്രവർത്തകർ, MEC7 അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ, യുവജന സംഘടനകൾ, ടാക്സി തൊഴിലാളികൾ, നാട്ടുകാർ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശുചീകരണ ക്യാമ്പിന് തുടക്കമിട്ടത്. പരിപാടിയുടെ ഭാഗമായി ടൗൺ സൗന്ദര്യവൽക്കരണത്തിനും തുടക്കമാവുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR റോഹിൽനാഥ് പങ്കുവച്ചു. ഇത് ഒരു മെസ്സേജാണ്. ഈ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ശുചിത്വമുക്തമായ ശുചിത്വമുള്ള ഒരു ഗ്രാമപഞ്ചായത്തായി, മാലിന്യമുക്തമായ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടം വാർഡുകളിൽ ഇതിന്റെ പ്രവർത്തനം നടന്നത്. ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് പാണ്ടിക്കാട് ടൗണിൽ ഈ പ്രവർത്തനത്തോടുകൂടി നമ്മൾ ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു മെസ്സേജാണ്. ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ പ്രവർത്തനം പൂർണ്ണമാകുമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയല്ല, ഇതിന്റെ തുടക്കമാണ്. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘമായ ഒരു മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്. അതിന്റെ ആദ്യഘട്ടം ഇന്ന് ഇവിടെ നടക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ 2026-27 വാർഷിക പദ്ധതി നമ്മൾ ആവിഷ്കരിക്കാൻ പോവുകയാണ്. പാണ്ടിക്കാട് സുന്ദരം പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ വാർഡിലെ റോഡ് സൈഡുകൾ ഉൾപ്പെടെയുള്ളത് മുഴുവൻ ക്ലീൻ ചെയ്ത് മുഴുവൻ തൊഴിലാളികളെ ഗ്രാമപഞ്ചായത്ത് അതിൽ കണ്ടെത്തിക്കൊണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊജക്റ്റായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് നടത്താൻ പോകുന്നു എന്നുള്ളത് ഈ വേദിയിൽ വെച്ച് ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും നമുക്ക് മാറണം, ശൈലികൾ മാറിയേ പറ്റൂ. നമുക്ക് നമ്മുടെ വീടിനെ ശുചിത്വം സമീപത്തേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ആ മനോഭാവത്തെ മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഈ തുടക്കം കുറിക്കുന്നു. ഇത് ഏറെ പ്രാധാന്യത്തോടുകൂടി കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പദ്ധതിയായി നമുക്ക് മാറ്റണം. പ്രത്യേകിച്ച് IRB ക്യാമ്പിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരായി നമ്മളോടൊപ്പം കടന്നു വന്നിട്ടുള്ള കേഡറ്റുമാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. പ്രിയപ്പെട്ട മനോജ് സാറിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വലിയ ഉദ്യമത്തിന് നമുക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചതിൽ നന്ദിയുണ്ട്. ഒപ്പം ബത്തേരിയും സുൽത്താൻ ബത്തേരിയും അതുപോലെ കൽപ്പറ്റയും മാതൃകയായി ചടിച്ചട്ടികളെ പൂർണ്ണമായി സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ മുഖച്ഛായയായ ടൗണിനെ ഏറെ മനോഹരമാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിനുതകുന്ന പദ്ധതിയുമായി ഞങ്ങൾ IRB-യുമായി സംസാരിച്ചു. അവരാഗ്രഹം വേണമെങ്കിൽ ചട്ടി നമുക്ക് സ്പോൺസർ ചെയ്ത് ചെടി വെച്ച് നൽകാമെന്നുള്ള ഒരു വാക്ക് നൽകുകയാണ്. ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായിയുടെ സഹപ്രവർത്തകന്മാർ കൂടി ഞങ്ങളോട് ഇതിന് സഹകരിക്കപ്പെട്ടാൽ ഓരോ കടയുടെ മുൻപിലും ഒരു ചട്ടി സ്ഥാപിച്ച് അതിന്റെ പരിപാലനം അതത് കടക്കാർ ഏറ്റെടുത്ത് ഏറെ മനോഹരമുള്ള പഞ്ചായത്തായി പാണ്ടിക്കാടിനെ മാറ്റാൻ കഴിയുന്ന തുടക്കത്തിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TC റമീസ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ IRB ക്യാമ്പ് ഡെപ്യൂട്ടി കമാൻഡന്റ് മനോജ് സെബാസ്റ്റ്യൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ KT ഗിരീഷ് ബാബു, PT ഷെരീഫ്, സീമ വാവോട്ടിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം യൂനുസ് വടക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അസൈനാൻ, ഷെരീഫ് മുല്ലക്കാടൻ, പഞ്ചായത്ത് സെക്രട്ടറി മുസാഫിർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്, CDS പ്രസിഡന്റ് സുബൈദ, KVVES പാണ്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിയിൽ അക്ബർ ഷാ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.